ലോഡ് എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തുതി, എൻ്റെ ദൈവത്തിന് ആരാധന, എൻ്റെ ദൈവത്തിന് സകല മാനവും മഹത്വവും. വിശുദ്ധിയിൽ വലിയവനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധ ദിവസമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ മോഹിനി അശോകൻ, പൂമരുതുകുഴിയിൽ നിന്നും. ഹല്ലേലൂയ, ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ കൃപയിൽ ആശ്രയിച്ച് ആമേൻ പുതു ദിവസം കൂടെ, ഒരു വിശുദ്ധ ദിവസം കൂടെ, ഒരു ആരാധനയുടെ ദിവസം കൂടെ കണ്ടുണരുവാൻ ദൈവം നമ്മൾക്ക് തന്ന കൃപയ്ക്ക് ദൈവത്തിന് എത്ര നന്ദി പറയണം. അതെ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട എത്രയോ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ആമേൻ ജീവിതത്തിലുണ്ടായിട്ടും ദൈവം തമ്പുരാൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ആമേൻ ഒന്ന് മാത്രം കൊണ്ട് ഒരു പകൽ കൂടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്: മരണപാതാളത്തെ ജയിച്ച എൻ യേശുവിൻ മക്കൾക്കുണ്ടോ മരണഭീതി. മരണപാതാളത്തെ ജയിച്ച എൻ യേശുവിൻ മക്കൾക്കുണ്ടോ മരണഭീതി. വെല്ലുവിളിക്കാം ധൈര്യമായി ഇന്ന്, മരണമേ നിന്റെ ജയമെവിടെ. വെല്ലുവിളിക്കാം ധൈര്യമായി ഇന്ന്, മരണമേ നിന്റെ ജയമെവിടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ കൃപയിൽ ഹല്ലേലൂയ. ഒരു വചനം വായിക്കുന്നു, 2 കൊരിന്ത്യർ 4:17 ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അത് 16 മുതൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ ആമേൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതെ, ആ നിത്യരാജ്യത്തെക്കുറിച്ചുള്ള ആ നിത്യമായ ഹല്ലേലൂയ സുവിശേഷം, ആ നിത്യമായ ജീവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ആ ജീവൻ്റെ ഹല്ലേലൂയ പുസ്തകത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിത്യത ഇവിടെ എന്ത് സംഭവിച്ചോട്ടെ, ഇവിടെ രോഗമാകാം, കഷ്ടമാകാം, ഭാരമാകാം, പ്രയാസമാകാം, ആമേൻ ദൈവത്തെ അറിഞ്ഞേച്ച് ആമേൻ എന്നെ എത്രയോ പേര് ചോദിക്കുന്നു, എൻ്റെ ചെവിയിൽ കേൾക്കുന്നു, എന്നും പ്രാർത്ഥന, എന്നും ആമേൻ സ്തുതി, എന്നും ആരാധന, പക്ഷേ എന്നും രോഗം. പക്ഷേ ഞാൻ ഒന്ന് പറയുന്നു, പൗലോസ്, കൃപയുള്ള പൗലോസ് പറയുകയാണ്, ഈ ഭൂമിയിൽ ഞങ്ങൾ എത്ര കഷ്ടത അനുഭവിച്ചാലും അത്യന്തം അനവധി നിത്യതേജസ്സിൻ്റെ ഘനം, അതേ നിത്യരാജ്യത്തെക്കുറിച്ചുള്ള ആ അറിവും ആ അനുഗ്രഹവും ആ നന്മയും മതി ഒരു ഭക്തൻ ഈ ഭൂമിയിൽ വാഴുവാൻ. ദൈവം ഒരു നിമിഷം തന്നാലും, ഒരു ദിവസം തന്നാലും, ഒരു വർഷം തന്നാലും, നീണ്ട ആയുസ്സും ആരോഗ്യവും തന്നാലും അതെൻ്റെ കർത്താവിന് വേണ്ടി നീ എങ്ങനെ പ്രയോജനപ്പെടുന്നു, അതാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ സർവശക്തനായ ദൈവം ഈ വിശുദ്ധ പകൽക്കാലം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സർവശക്തൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാണ് ദൈവം, അനുഗ്രഹമാണ് ദൈവം, സ്നേഹമാണ് ദൈവം. ആമേൻ. ദൈവത്തിൻ്റെ കരം, ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം ആ കരത്തിൽ പിടിച്ചുകൊണ്ട് ആമേൻ കഷ്ടത അനുഭവിക്കുന്ന, ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന സഹോദര, സഹോദരി, സ്നേഹിത, ആമേൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതെ, ഇതിൽ പരം ഒരു മഹാസന്തോഷം, ഒരു അനുഗ്രഹം എന്താണ് ഒരു ഭക്തന് നേടുവാനുള്ളത്? ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് കഷ്ടതയും, ഏത് ഭാരവും, ഏത് പ്രയാസവും, ഏത് ബുദ്ധിമുട്ടും ആമേൻ നമുക്ക് ഹല്ലേലൂയ. ആമേൻ. ഈ 2 കൊരിന്ത്യർ 4 പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ആമേൻ ധൈര്യം ഉള്ളവരൊക്കെ ഹല്ലേലൂയ പിന്മാറിപ്പോകുമ്പോഴും ആമേൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, എനിക്ക് ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ ആമേൻ ഒരു പ്രത്യാശയുള്ളത് ഒന്നാണ്. എൻ്റെ ഹല്ലേലൂയ, എൻ്റെ കഴിവിലോ എൻ്റെ ഞാനെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഞാനെന്ന ഭാവവും ഞാനെന്ന അഹങ്കാരവും ഒക്കെ വിട്ട് ദൈവ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ദൈവം തമ്പുരാൻ പോറ്റും പുലർത്തും. അതിന് മാറ്റമില്ല. ആമേൻ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് നിൽക്കുന്ന ദിവസം, ആമേൻ ആയിരിക്കുന്ന മണിക്കൂർ, ആയിരിക്കുന്ന നിമിഷം
തമ്പുരാന് പ്രയോജനപ്പെടുവാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഈ കഷ്ടം എത്ര വന്നോട്ടെ അത് ലഘുവാണെന്ന് പൗലോസ് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു ഭക്തനായ ആമേൻ സർവശക്തനായ ദൈവത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചായിട്ട് ഇറങ്ങി വന്ന കോടാകോടീശ്വരനായ പൗലോസെന്നത് പറയാമെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്ത എന്നെ പോലെയുള്ള എത്രയോ പേർക്ക് പറയുവാൻ ഇത് അനുഗ്രഹീതമായ വചനമാണ്. അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ, നിത്യരാജ്യത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, ജീവങ്കലേക്കുള്ള വഴി. ഹല്ലേലൂയ. യേശു വഴിയും സത്യവും ജീവനുമായ ഈ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി, യേശു ക്രിസ്തു വരാറായി, യേശു വരാറായി. യേശുവാണ് രക്ഷകൻ. ആമേൻ. യേശുവല്ലാതില്ല, ഇല്ലവേ ഇല്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ലെന്ന് തിരുവചനം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഒരുമിച്ചിടയാകും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സർവശക്തന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമായ തമ്പുരാൻ നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് കാത്തു പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നിറഞ്ഞ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാൽ. ഞാൻ സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാൽ. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്തു പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം. ദൈവത്തെ മുഴുബലത്തോടെ സ്തുതിക്കണം. ദൈവം തരുന്ന ആരോഗ്യത്തിനനുസരിച്ച് സ്തുതിക്കണം. ദൈവം തരുന്ന നന്മയ്ക്ക് ഒത്തവണ്ണം സ്തുതിക്കണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ ആരാധനയ്ക്ക് യോഗ്യനായ ഏകരക്ഷകനും ഏകകർത്താവുമായ സർവശക്തനായ എൻ്റെ തമ്പുരാന് ഏക സത്യനിത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനാണ് ഏകരക്ഷകൻ. ആ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിലുള്ള കഷ്ടതയെല്ലാം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് നിത്യരാജാവിനെ ആരാധിക്കാൻ കടന്നു പോവുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.